സത്യം പറഞ്ഞ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോ നിനക്ക് തള്ളായിട്ടൊക്കെ തോന്നും. അമ്മാതിരി കാര്യങ്ങളാണ് കുടുംബക്കാര് ചെയ്തു വെച്ചേക്കുന്നത്. കേട്ടാ വിശ്വസിക്കാൻ പോലുമില്ല. ആര് വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ നടന്ന വേറൊരു കഥയുണ്ട്, അത് നീ കേൾക്കണം. റീനെ വിളിക്കുന്നു. ഇത്ര പെട്ടെന്ന് 1 മണിക്കൂറായാ? വരാവേ. നടന്ന കഥയല്ലേ? അളിന് പഠിക്കാനൊന്നുമില്ലേ? ചെല മുത്തേ, നീ നിന്റെ വിശേഷം പറ. അയ്യോ, ഇവിടുത്തെ വിശേഷമൊക്കെ പറയാൻ നിന്നാണല്ലോ ഫുൾ കോമഡിയാണ്. ഏത് നമ്മുടെ കോളേജിലെ ബാച്ചിലെയാ? ഡേറ്റ് ഫിക്സ് ചെയ്തോ അതിന്? ഹാ അതെ, ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തും കൂടെ ഒന്ന് പറയണേ. ആ ശരി. എടീ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ശരി ഡേ, വിളിക്കും ഉറപ്പായിട്ട് വിളിക്കും, മറക്കൂല. 10 മിനിറ്റ്. ശരി. എന്തോന്ന് സിദ്ധു, ഒരാൾ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നോക്കിക്കൊണ്ടിരിക്കണേ? അത് ശരി, നീ സംസാരിക്കുന്നതൊക്കെ ബാക്കിയുള്ളവർ കേൾക്കണം, നമ്മൾ പറയുന്നൊന്നും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് കൊള്ളാമല്ലോ. ഒന്നും മനസ്സിലായില്ല. ഓ, നീ ഇപ്പോഴും നിന്റെ കുടുംബ മഹിമ ഞാൻ തലയിൽ പൊക്കി പിടിച്ചോണ്ട് നടക്കുവാണോ? എന്റെ പൊന്നു സിദ്ധു, അതൊക്കെ വിട്. എടി, നീയല്ലേ കുടുംബകഥ കൂടുതൽ പറയുന്നത്, നമ്മളൊന്നും പറയുന്നില്ലല്ലോ. എന്തോ നിന്റെ അപ്പൂപ്പൻ എന്നിട്ട് പൈസ എടുത്ത് വീശിന്നോ കനാല കെട്ടി കൊടുത്തുന്നോ, നീയല്ലേ ഇതൊക്കെ പറയണേ? ഞാൻ എന്റെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞത് നല്ല കാര്യമല്ലേ? അപ്പൂപ്പൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങള്, അല്ല നിന്റെ അപ്പൂപ്പനെ പോലെ കണ്ടായമല്ല ചീത്ത വിളിച്ചൊന്നും അല്ലല്ലോ. ലച്ചു, എടി നീ ഞങ്ങളുടെ അടിക്കോട്ടൂർ വന്ന് നമ്മുടെ അപ്പൂപ്പനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്ക്, അവര് നാട്ടുകാർ പറഞ്ഞു തരും. എടി, എന്റെ അപ്പൂപ്പന്റെ പ്രതിമയെ ഞങ്ങളുടെ ടൗണിൽ നടുക്ക് തന്നെ വെച്ചേക്കുവാ നാട്ടുകാര്, അറിയാവോ? അപ്പൂപ്പന്റെ പ്രതിമയെ? അല്ല, കുഴിപ്പള്ളത്തുനിന്ന് ഏലൂര് പോകുന്ന വഴിക്കല്ലേ നിന്റെ ഈ അടിക്കൂട്ടൂർ തറവാട്? അതെ. ഓ, ആ പ്രതിമ. ആ പ്രതിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് കാക്ക കാഷ്ടിച്ച് വെച്ചേക്കുന്നത്. അത് നിന്റെ അപ്പൂപ്പ രാമകൃഷ്ണൻ പിള്ളയുടെ പ്രതിമയായിരുന്നു. രാമകൃഷ്ണൻ പിള്ള അല്ല, പിന്നെ മോഹനം പിള്ള. എന്താ പറഞ്ഞു നിനക്ക് ഇത്ര ചിരി? ഞങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കാണാൻ മേലെ? മക്കളെ ഒത്തു വരുന്നു, പഠിച്ച് ചെല്ല്. ലച്ചു, നീ കൂടുതൽ കഥയൊന്നും പറയണ്ട. നിങ്ങളുടെ കുടുംബപ്പേരെ എങ്ങനെ പടവലം എന്നായത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് റോഡിലിട്ട് പടവലയ്ക്ക് വെച്ചുകൊണ്ടല്ലേ പടവലം എന്നുള്ള പേര് വീണത്. അയ്യടാ മോനെ, റോഡിലിട്ട് വെച്ചത് ചിലപ്പോ നിന്റെ അപ്പൂപ്പനായിരിക്കും. എന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ടേ അവിടെ പടവലം കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പടവലം വീണത്, പേര് വീണത്. കൃഷി ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ? എടി, ഞങ്ങളുടെ അടിക്കോട്ടൂർ തറവാട്ടിലെ പണ്ട് സ്വന്തമായിട്ട് ആനക്കൊട്ടിൽ വരെ ഉണ്ടായിരുന്നവരാ. ആനക്കൊട്ടിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുഴിയാനകൾക്കൊക്കെ ആനക്കൊട്ടിലിന്റെ ആവശ്യമുണ്ടോ? നിന്റെ അമ്മമ്മ ഇന്നാള് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നല്ലോ, നിങ്ങളുടെ ചോനറത്തല തറവാട്ടില് ഒരു ആന ഉണ്ടായിരുന്നെന്ന്. ആ ആന കുഴിയാനയാ? മോനെ സിദ്ധു, ഓ, ഞാൻ ഈ കുടുംബ മഹിമയുടെ അഹങ്കാരം കൊണ്ട് പറയുകയല്ല. ഞങ്ങളുടെ പടവലം വീടിന്റെ ആദ്യത്തെ പേര് പടവെട്ട് വീടെന്നായിരുന്നു. എന്ത് ഒരു പുച്ഛം! നിനക്കറിയോ, 2-3 ജനറേഷൻ മുന്നേ വരെ അവിടെ നാടുവാഴികളായിരുന്നു. ശരിക്കും അവിടുത്തെ നിലവറയിലെ വാളും പരിചയം കുന്തവും ഒക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നോക്കിയപ്പോഴേ ആകെ മമ്മട്ടിയും കോടാലിയും മാത്രമേ കണ്ടുള്ളൂ കേട്ടാ. മോനെ സിദ്ധു, ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ നിന്റെ ഫാമിലിയെയും എന്റെ ഫാമിലിയെയും കമ്പയർ ചെയ്യരുത്. ചിലപ്പോഴേ കൂട്ടിയാ കൂടൂല. എങ്ങോട്ട് പോകുന്നു? കൈന്ന് വിട് സിദ്ധു. ഇവിടെ നില്ല്, സംസാരിച്ചിട്ടൊക്കെ പോയാ മതി. നീ കൈനാതി വിട്, സംസാരിക്കട്ടെ. കൈന്ന് വിടടാ, സംസാരിച്ചിട്ട് പോ. നീ പറ, ഞാനും പറയാം. ഞാൻ എന്റെ കുടുംബകാര്യം പറയുമ്പോ നിനക്ക് എന്താ ഇത്ര പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നീ നിന്റെ കുടുംബകാര്യം പറയാം, ഞാനും എന്റെ കുടുംബകാര്യം പറയാം. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് അത്രയും വരൂല മോനെ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നീ ക്ഷമ കാണിക്കുന്നില്ലല്ലോ. നീ അവിടെ ഇരുന്നേ, നീ കേട്ടാ പറ്റിയെടുത്തോളൂ. ഞാൻ കേൾക്കാം, നീ പറ. എന്താ പ്രശ്നം? അമ്മൂമ്മ, ഇവൻ പറയാ അമ്മൂമ്മയുടെ ചോനറത്തല വീട്ടില് പണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കുഴിയാനകളായിരുന്നു.